ഇന്ത്യൻ മണ്ണിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം. ന്യൂഡൽഹി, മുംബൈ, ബംഗളൂരു അടക്കമുള്ള മെട്രോ നഗരങ്ങളിലെ ജൂത സ്ഥാപനങ്ങൾക്ക് നേരെ തീവ്രവാദ ഭീഷണി നിലനിൽക്കുന്നതായി കേന്ദ്ര ഇന്റലിജൻസ് മുന്നറിയിപ്പ്. ഹനൂക്ക ഉത്സവത്തോടനുബന്ധിച്ച് തീവ്രവാദ സംഘടനകൾ വൻ ആക്രമണങ്ങൾ ആസൂത്രണം ചെയ്യുന്നുണ്ടെന്നാണ് രഹസ്യാന്വേഷണ ഏജൻസികൾ നൽകുന്ന വിവരം. രാജ്യത്തെ ജൂത സ്ഥാപനങ്ങളാണ് തീവ്രവാദികളുടെ ലക്ഷ്യപ്പട്ടികയിൽ പ്രധാനമായി ഉള്ളത്. നിലവിൽ ഇന്ത്യയിലുള്ള ഇസ്രായേലി പ്രതിനിധി സംഘം ഇവരുടെ കുട്ടികൾ പഠിക്കുന്ന സ്കൂളുകൾ, കുട്ടികൾക്ക് നേരെയുള്ള നേരിട്ടുള്ള ഭീഷണികൾ എന്നിവ സംബന്ധിച്ച് ഇന്റലിജൻസ് മുന്നറിയിപ്പിൽ പ്രത്യേകം പരാമർശിക്കുന്നു. ഡൽഹി, മുംബൈ, ബാംഗ്ലൂർ എന്നിവിടങ്ങളിലെ ജൂത സ്ഥാപനങ്ങൾക്ക് അതീവ സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട്. സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തിപ്പെടുത്താൻ സംസ്ഥാന സർക്കാരുകൾക്ക് നിർദ്ദേശം നൽകിയിട്ടുമുണ്ട്. ആഗോളതലത്തിൽ ജൂത സ്ഥാപനങ്ങൾക്ക് നേരെ വർദ്ധിക്കുന്ന ഭീഷണികളുടെ പശ്ചാത്തലത്തിലാണ് ഈ ജാഗ്രതാ നിർദ്ദേശം ഇപ്പോൾ വരുന്നത്. കഴിഞ്ഞ ദിവസം ഓസ്ട്രേലിയയിലെ സിഡ്നിയിൽ ബോണ്ടി ബീച്ചിൽ ഹനൂക്ക ആഘോഷത്തിനിടെ തോക്കുധാരികൾ നടത്തിയ ആക്രമണത്തിൽ 12 പേർ കൊല്ലപ്പെടുകയും 26ഓളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ജൂത സമൂഹത്തെ ലക്ഷ്യമിട്ടിട്ടുള്ള ഭീകരാക്രമണമാണിതെന്ന് ഓസ്ട്രേലിയൻ അധികൃതർ സ്ഥിരീകരിച്ചിരുന്നു. ബോണ്ടി ബീച്ച് ആക്രമണത്തിൽ ഉൾപ്പെട്ട 24 വയസ്സുകാരനായ നവീദ് അക്രം കൊല്ലപ്പെട്ടവരിൽ ഉൾപ്പെടുന്നു. ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി അൽബനീസ് സംഭവത്തിൽ ദുഃഖം രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ ഭീകരാക്രമണത്തെ ശക്തമായി അപലപിച്ചു. ഭീകരതയ്ക്കെതിരെ ഇന്ത്യയുടെ ഉറച്ച നിലപാട് ആവർത്തിച്ച മോദി ഓസ്ട്രേലിയക്ക് ഐക്യദാർഢ്യവും പ്രഖ്യാപിക്കുകയും ചെയ്തു. ആഗോള ഭീഷണികളുടെ പശ്ചാത്തലത്തിൽ രാജ്യത്തെ ജൂത സ്ഥാപനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാൻ ഇന്ത്യ അതീവ ജാഗ്രത പുലർത്തുകയാണ്. തീവ്രവാദികളുടെ നീക്കങ്ങൾ തടയാൻ രഹസ്യാന്വേഷണ ഏജൻസികളും സുരക്ഷാ സേനകളും സജ്ജമാണ്. ന്യൂസ് ഡെസ്ക് ന്യൂസ് 8 മലയാളം.